മാങ്ങ അറക്കാമെന്ന് പറഞ്ഞതായിരുന്നു, ഇന്ന് വരാമെന്ന് പറഞ്ഞതായിരുന്നു. ഏതായാലും ഇന്നത്തേക്ക് അവർ നാളെ വരാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് വിളിച്ചിരുന്നു. അപ്പോൾ അതേതായാലും നന്നായി. ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ദുരന്തം കൂടി കാണേണ്ടിയിരുന്നു. മാങ്ങൻ്റെ ഭാരം താങ്ങാൻ പറ്റാതെ മാവ് മുറിഞ്ഞു വീണു. അതുകൊണ്ടില്ല, ഇവിടെയൊക്കെ മാങ്ങ പരന്ന് കിടക്കുകയായിരുന്നു. നമ്മൾ ഒക്കെ പെറുക്കി അകത്താക്കി. ഇനി അവിടെ നമ്മുടെ ജ്യേഷ്ഠൻ്റെ പറമ്പിലുണ്ട്, അതും കൂടി പെറുക്കാൻ വേണ്ടി പോകാം. വലിയ മാങ്ങയാണ്, പേരക്ക മാങ്ങ എന്ന് പറയും, നല്ല ടേസ്റ്റാണ്. ഏതായാലും വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ മാങ്ങ കയ്യെത്തുന്ന ദൂരത്ത് പൊട്ടിക്കാനൊക്കെ ആയി. ഏതായാലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ മതിലിനൊന്നും ഒരു കേടുപാടും പറ്റാത്ത രീതിയിൽ മാവ് കൊടുന്ന് വെച്ച മാതിരി ഇങ്ങോട്ട് കൊടുന്ന് വെച്ച് തന്നു. അല്ലെങ്കിൽ ഈ മതിലൊക്കെ ഒരു ഭാഗത്ത് വീണാൽ എല്ലാം ഒടിഞ്ഞു വീഴേണ്ടതാണ്. ഒന്നും സംഭവിച്ചിട്ടില്ല. അതാ മാങ്ങ കിടക്കണില്ല, ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. ഭയങ്കര ഭാരമായിരുന്നു. ഒരു 3 മാങ്ങ തൂക്കിയാൽ തന്നെ നല്ല അടിപൊളി മാങ്ങയാണ്, നല്ല മധുരമുള്ള. ഒരു 3 മാങ്ങ തൂക്കിയാൽ തന്നെ 1 കിലോ മാങ്ങയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത്ര ഭാരം. പച്ചയിൽ തന്നെ നല്ല മധുരമുള്ള മാങ്ങയാണിത്. ഇതൊക്കെയായിരുന്നു അതിലുണ്ടായിരുന്ന മാങ്ങ. ഇതിൽ കൂടുതലുണ്ട്, കുറേയൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു.